ഹായ് ഫ്രണ്ട്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു എലൈൻ മോഡൽ കുർത്തിയാണ് ചെയ്യാൻ പോകുന്നത്. ഫുൾ സ്ലീവ് വെച്ചിട്ട് ബാക്കിൽ നല്ല ഡീപ്പ് നെക്കാണ് വെക്കുന്നത്, കെട്ടുള്ളിയൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാർട്ടി വെയറായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുർത്തിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ അതിനായിട്ട് എടുത്തിരിക്കുന്നത് 3 മീറ്റർ തുണിയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പ്യുവർ കോട്ടൺ അല്ല, അജ്രക് പ്രിൻറ്റിൽ വരുന്ന ഒരു മോഡൽ പോലുള്ളൊരു തുണിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് മീറ്ററിന് 88 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് നമ്മുടെ അടുത്തുള്ള കടയിൽ നിന്ന് തന്നെ എനിക്ക് ചെറിയൊരു റേറ്റിന് വാങ്ങാൻ കിട്ടിയുണ്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് ഇത് നല്ലതാണല്ലോ. ഇത് പ്യുവർ കോട്ടൺ അല്ല, അതുകൊണ്ട് തന്നെ ഇതിന് ലൈനിങ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു പോളിസ്റ്റർ ടൈപ്പ് തുണിയാണ്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ വീതി വരുന്നത് 42 ഇഞ്ചാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കോട്ടൺ പോലെ എന്തെങ്കിലും തയ്ക്കുന്നതാണ് കൂടുതലും നല്ലത് കേട്ടോ. കോട്ടൺ ആകുമ്പോൾ ദേഹത്തേക്ക് നന്നായിട്ട് ഫിറ്റായിട്ട് കിട്ടുമ്പോൾ കുറച്ചുകൂടി ഭംഗിയും ലുക്കും തോന്നിക്കാനായിട്ട് നല്ലതായിരിക്കും. പിന്നെ ഓരോരുത്തർ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ വേണമെങ്കിൽ ഇതിനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും നീളം ഉണ്ടല്ലോ. ആദ്യം ഞാൻ അപ്പോൾ ഇത് തിരിച്ചു മറിച്ച് ഇതിൻ്റെ ഡിസൈൻ ഉള്ളതുകൊണ്ട് എനിക്ക് ശ്രദ്ധിക്കേണ്ട. നിങ്ങളുടേത് ഒരു വശത്തേക്കാണ് ഡിസൈനെങ്കിൽ അതനുസരിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്, തലതിരിഞ്ഞ് പോകരുത് ഒരു വശത്തെ ഡിസൈൻ. അപ്പോൾ ഇത് രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തു. ഫുള്ളും നമ്മൾ രണ്ടായിട്ട് തന്നെ മടക്കിയെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ വീതിയിൽ ഒന്നുകൂടെ മടക്കും. അങ്ങനെ 4ആയിട്ട് മടക്കുന്നതാണ്. കാരണം എലൈൻ ആയതുകൊണ്ട് നമുക്കിത് ഫുള്ളും ഇങ്ങനെ മടക്കിയെടുക്കണം. അപ്പോൾ നിങ്ങൾ സ്ലിറ്റ് ഉള്ളതാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എത്രയാണോ ബോട്ടം ഭാഗത്ത് ആ വിരിവ് വേണ്ടത് അതിനുള്ളത് മാത്രം മടക്കിയിട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ടു. ഫോൾഡ് ചെയ്ത വശം മുകളിൽ വരത്തക്ക രീതിയിലാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ലെങ്ത് എടുത്ത് കൊടുക്കാം. എത്രയാണോ നിങ്ങൾക്ക് ലെങ്ത് വേണ്ടത് അത് എടുത്തു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ടോട്ടൽ ലെങ്ത്ത് 47 ആണ് കൊടുക്കുന്നത്. ദാ ഇവിടെ 47 ഇഞ്ചിന് ലെങ്ത് ഞാൻ കൊടുത്തു. തയ്യൽ തുമ്പൂടെ 2 ഇഞ്ച് കൊടുത്താണ് 47 ഇഞ്ച് നമ്മൾ എടുത്തിരിക്കുന്നത്. ബാക്കി ഇത്രയും നമുക്ക് ഫോൾഡ് ആയിട്ടുള്ള വശമാണ് നമുക്ക് ഫുൾ സ്ലീവിന് എടുക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി ഓരോന്നായിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് 7 ഇഞ്ചാണ് ഷോൾഡർ. ഇതേപോലെ ഒരു 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇവിടെയും ഒരു 7 ഇഞ്ച് തന്നെ ഷോൾഡറിന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് ആം ഹോളും നമുക്ക് 7 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ചെസ്റ്റ് വണ്ണം 10 ആണ്. നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി 12 ആണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ 12 നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഇവിടുന്ന് നമുക്കൊരു 1.7 ഒരു 1.25 ഒക്കെ കിട്ടത്തക്ക രീതിയിൽ നമ്മളിതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ആം ഹോള് മാർക്ക് ചെയ്യാം. പിന്നെ ഫ്രണ്ട് ഭാഗം നിങ്ങൾക്ക് ചുളിവാണ്, നല്ല ഫിറ്റായിട്ട് നിങ്ങൾക്ക് ബോഡിയിലേക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന മെത്തേഡൊന്ന് ചെയ്യാം. ഇവിടുന്ന് 1 ഇഞ്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് ഇത് ഇങ്ങനെ മുകളിലേക്ക് വരയ്ക്കാം. അപ്പോൾ കറക്റ്റ് അളവാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ റഫായിട്ട് ചെയ്ത് നോക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ കൈ എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇത് ഫിറ്റായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡ് കാണിക്കാത്തത്. എന്നിട്ട് ഇവിടെയും 1.5 നമുക്ക് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ കർവ് ചെയ്ത് എടുക്കാവുന്നതാണ്. കുഴപ്പമില്ല, നിങ്ങൾ സ്ഥിരം ഇങ്ങനെ തയ്ക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ചെറിയൊരു കർവ് കുറച്ചുകൂടി ഇങ്ങനെ കയറി വരുമെന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ നല്ല ഫിറ്റ് നമുക്ക് ആ ഭാഗത്ത് കിട്ടുന്നതായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഞാനിത് ഒരു വൈറ്റ് ചോക്ക് ഇട്ട് കാണിക്കാം. നേരത്തെ കാണിച്ചത് അത്ര അങ്ങോട്ട് വ്യക്തമായില്ല. ആദ്യം നമ്മൾ സാധാരണ രീതിയിൽ ഇത് എടുത്തു, പിന്നെ 1 ഇഞ്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ കുറച്ചുകൂടി ഇങ്ങോട്ട് അകത്തേക്ക് കയറി വരും. ആ ഭാഗത്ത് ഒട്ടും ചുളിവില്ലാതെ നല്ല ഒരു ഷേപ്പിലേക്ക് നമുക്ക് കയറി വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ തയ്ച്ച് നോക്കിയിട്ട് എനിക്ക് വളരെ പെർഫെക്റ്റായിട്ട് തോന്നി, അതുകൊണ്ടാണ് കാണിച്ചത്. അപ്പോൾ ഇത് റഫായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. പെട്ടെന്ന് അത് ഒരു കസ്റ്റമറിനൊന്നും ചെയ്ത് നോക്കണ്ട കേട്ടോ, സ്വന്തമായിട്ടുള്ളത് ചെയ്യുക. എന്നിട്ട് ഇനി നമുക്ക് ഷേപ്പ് ലെങ്ത്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഒരു 13.5 മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടുത്തെ വണ്ണം 9.5 ആണ്. ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി നമുക്ക് 11.5 മാർക്ക് ചെയ്യാം. ഇതേപോലെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് സ്ലിറ്റ് അല്ലാത്തതുകൊണ്ട് എലൈൻ ആയതുകൊണ്ട് താഴ്ഭാഗത്തെ മാത്രം നമുക്ക് നോക്കിയാൽ മതി. താഴ്ഭാഗത്തെ വിരിവ് നമുക്ക് ടോട്ടൽ കിട്ടുന്നത് 21 ആണ്. അത്രയും വിരിവ് വേണം കേട്ടോ. തീരെ വിരിവ് കുറഞ്ഞ ഇപ്പോൾ അതായത് നൈറ്റി പീസൊക്കെ ഇട്ട് തയ്ക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. വിരിവ് തീരെ ഉണ്ടാവത്തില്ല, അപ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത്രയും 21 വിരിവുണ്ട് ഇവിടെ. എന്നിട്ട് ഒരു 2.5 ഇഞ്ച് മുകളിലേക്ക് കയറ്റി ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ആർച്ച് പോലെ ഒന്ന് വരച്ചെടുക്കുക. ഇല്ലെങ്കിൽ 2 വശം ഇങ്ങനെ തൂങ്ങി നിൽക്കും. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക.
അതിനുശേഷം ഒരു സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് ഈ പോയിന്റിൽ നിന്ന് നമുക്ക് താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ കൊടുക്കാം. ഇതേപോലെ ചെയ്തു. ഇനി നമുക്കിത് ആ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ബാക്ക് സൈഡ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ആദ്യം വരച്ച് നമ്മുടെ ഈ ലൈനിൽ കൂടാണ് കട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം മിഡിൽ പോയിന്റ് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി ബാക്ക് സൈഡ് മാറ്റിയിട്ടിട്ട് ഈ ഫ്രണ്ട് സൈഡ് നമ്മൾ 1 ഇഞ്ച് ഇങ്ങോട്ട് ഇറക്കിയിട്ടുള്ളത് മാർക്കിങ് കാണിച്ചിരുന്നല്ലോ, അപ്പോൾ അത് നമ്മൾ അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. അത് ഏകദേശം ഒരു 1/2 ഇഞ്ച് വീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇതേപോലെ കട്ട് ചെയ്യണം. എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഫ്രണ്ട് സൈഡ് കുഴിച്ച് കട്ട് ചെയ്യരുത്. മിക്കവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യം അങ്ങനെ വെട്ടും അബദ്ധം പറ്റും എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ അത് വരച്ച് വെക്കരുത്. ആദ്യം ബാക്ക് സൈഡ് കട്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഫ്രണ്ട് സൈഡ് കട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ലൈനിങ് കട്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ലൈനിങ് വേണമെങ്കിൽ ഈ ടൈമിൽ ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്ത സ്ലീവാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം, പക്ഷേ അത് ചേർപ്പ് വരും. അപ്പോൾ നമുക്കിത് നിവർത്തിയിട്ട് നോക്കാം. അതായത് ഒന്ന് നിവർത്തിയിടുക, എന്നിട്ട് നമുക്കിത് വീണ്ടും ഒന്നുകൂടെ നിവർത്തിയിട്ട് ഇങ്ങനെ നീളത്തിൽ പ്രിൻ്റ് വരുന്ന രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 4ആയിട്ട് നമുക്ക് മടക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടു. അപ്പോൾ നീളത്തിൽ ഞാൻ പറഞ്ഞല്ലേ, നീളത്തിലാണ് പ്രിൻ്റ് എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് ലെങ്ത് എടുത്ത് കൊടുക്കാം. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് ലെങ്ത് വേണ്ടത് അതെടുത്ത് കൊടുക്കാം. ഞാനിവിടെ 24.5 മാർക്ക് ചെയ്യുന്നുണ്ട്. 23 ലെങ്ത്, 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി 24.5 മാർക്ക് ചെയ്തു. ഇനി സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടവും നമ്മൾ വരച്ചിട്ട് ഇത് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തു. അപ്പോൾ ടോട്ടൽ 24.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരുടെ ലെങ്ത് അനുസരിച്ച് നിങ്ങൾ നീളം എടുക്കുക. താഴേക്ക് നമുക്ക് ഒരു 8.5 മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ നിന്ന് ഒരു 3.5 ഇഞ്ച് നമുക്ക് ഇറക്കി മാർക്ക് ചെയ്യണം. വീണ്ടും ഇത് മുകളിലേക്ക് മുട്ടിക്കുക, എന്നിട്ട് ഒരു 1/2 ഇഞ്ച് ഇതേപോലെ കർവ് ചെയ്ത് വരയ്ക്കുക. ഇനി ഇത് കറക്റ്റ് അളവിന് വരച്ചിട്ട് ബാക്കി തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക. അത് ഞാൻ അളവൊന്നും എടുത്തിട്ടില്ല, കുറച്ച് വീതിയിൽ കൂട്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇതേപോലെ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി വേണ്ടത് നമുക്ക് കറക്റ്റ് ഫിറ്റ് 9 അല്ലേ, ആ 9 ഇഞ്ചിൻ്റെ അവിടെ ഞാനൊന്ന് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ കുഴിച്ച് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. എന്നിട്ട് ഇതിൻ്റെ മിഡിൽ പോയിൻ്റ് എടുക്കുക. അപ്പോൾ 4.5 നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും ഈ 4.5 ഈ 9ൻ്റെ വരെ എടുത്തിട്ട് ഇതിൻ്റെ മിഡിൽ പോയിൻ്റ് വീണ്ടും നമ്മൾ മാർക്ക് ചെയ്യണം. ഇതാ കണ്ടോ, ഇതിൻ്റെ മിഡിൽ പോയിൻ്റ്. എന്നിട്ട് അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. അത്രയും നമുക്ക് ഈ പോയിന്റിൽ നിന്ന് ഈ 1/2 ഇഞ്ചിലേക്ക് മുട്ടിച്ച് ഇവിടേക്ക് മുട്ടിച്ചിങ്ങനെ വരയ്ക്കാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ മാർക്കിങ്. ഞാൻ എപ്പോഴും അതിങ്ങനെ ജസ്റ്റ് നമുക്കെപ്പോഴും അറിയാമല്ലോ അങ്ങനെ കട്ട് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു രീതിക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ പറയാറില്ല. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് കുഴിച്ച് കട്ട് ചെയ്യുന്നത്. അപ്പോൾ വേണമെങ്കിൽ അത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്ലീവ് കട്ടിങ് കഴിഞ്ഞു. ഇനി ബാക്കി നമുക്ക് നെക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നെക്ക് നിങ്ങളുടെ ഒരു ഇഷ്ടാനുസരണം വെക്കാം. നമ്മൾ കുറച്ച് ഡീപ്പായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് നെക്ക് നമ്മൾ എടുക്കുന്നത് 7 ഇഞ്ചാണ്. 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡറൂടെ കൂട്ടി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു ആലില ഷേപ്പ് പോലെ വരച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ വരച്ചെടുക്കുക. ഈ തുമ്പ് ഇങ്ങനെ നിർത്തി ഇവിടെ അധികം റൗണ്ട് ചെയ്യാതെ ഇങ്ങനെ എടുക്കുന്നതാണ് ഭംഗി കേട്ടോ. ഇതേപോലെ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ ഈ പുറത്തേക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്യാം. എന്നിട്ട് കറക്റ്റ് ആ ഒരു അളവിൽ കൂടെ കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് താഴ്വശം റൗണ്ട് ചെയ്ത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കതൊരു ഭംഗി ഉണ്ടാകത്തില്ല. തയ്ച്ച് വരുമ്പോൾ ക്യാൻവാസ് കാണുമ്പോൾ നല്ലൊരു ഭംഗി. അത് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ബെൻഡായിട്ടിരിക്കണം. അപ്പോഴാണ് കുറച്ച് നല്ല ഭംഗി വരുന്നത്. ഇത് ഞാൻ നേരത്തെ ഒന്ന് കട്ട് ചെയ്തതാണ്, പക്ഷെ അത് കണ്ടില്ലേ, നമ്മൾ റൗണ്ട് പോലെ വരച്ചിട്ട് താഴേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാകത്തില്ല. പക്ഷെ അത് കട്ട് ചെയ്യുമ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ റൗണ്ട് വന്നിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ചുരിദാറിൽ തയ്ച്ച് കഴിയുമ്പോൾ ഒരു റൗണ്ട് നെക്കിൽ ഇങ്ങനെ താഴെ ഒരു ചെറിയ വി വെച്ച പോലെ ഇരിക്കും. ഒരു ആലില ഷേപ്പ് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കണമെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ തിരക്കിൻ്റെ ഇടയ്ക്ക് കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഷേപ്പ് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക. എന്നിട്ട് ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഞാനിവിടെ 7.5 കൊടുത്തത്, പക്ഷേ ഒരു 8 ഇഞ്ച് നമുക്ക് കൊടുക്കാം. ഷോൾഡറാണ് 1/2 ഇഞ്ച് കേട്ടോ. അങ്ങനെ ടോട്ടൽ 8 ഇഞ്ചാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ബാക്കിൽ നമ്മൾ കെട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ കെട്ടുപൊളി വെക്കുമ്പോൾ കുറച്ച് ഡീപ്പ് നെക്ക് അല്ലെങ്കിൽ അത് ഭംഗി ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതേപോലെ
ഷോൾഡറിൻ്റെ കൂട്ടി 8 ഇഞ്ച്. ശരിക്കും കറക്റ്റ് നെക്കിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് നെക്ക് 7ഉം ബാക്ക് നെക്ക് 8ഉമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ ഇവിടെ നമ്മൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണോ ഡീപ്പ് നിങ്ങൾക്ക് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ചിലർക്ക് കെട്ടുവള്ളിയൊക്കെ വെച്ചിട്ട് തയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇനി കെട്ടുവള്ളിക്ക് വേണ്ട വള്ളിയും കൂടെ നമുക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതേപോലെ ക്രോസ് പീസ് വേണം എടുക്കാനായിട്ട്. സ്ട്രെയിറ്റ് ആയിട്ടുള്ളത് എടുക്കരുത്. ക്രോസ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇപ്പോൾ ക്രോസ് ഇല്ല നിങ്ങൾക്ക് കിട്ടാനെങ്കിൽ കുഴപ്പമില്ല, സ്ട്രെയിറ്റ് എടുക്കാം. കുറച്ചുകൂടെ നല്ല അയവുള്ള ഒരു വള്ളിയായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്രോസ് എടുക്കാനായിട്ട് പറയുന്നത്. നമുക്ക് തിരിച്ചിടുമ്പോഴൊക്കെ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ ഇതേപോലെ 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. പിന്നെ വേണ്ടത് നമുക്കൊരു ബോക്സ് പോലെ ഒരു പീസാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് വെക്കുക കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് ബോക്സ് പോലെ കട്ട് ചെയ്തെടുത്താൽ മതി. നല്ല സ്ക്വയർ ഷേപ്പ് നമുക്ക് കിട്ടും. എന്നിട്ട് ഓരോന്നും സ്ക്വയറിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 3 എണ്ണം എടുക്കുക. അത് നമുക്കിങ്ങനെ കൊലകൊല പോലെ ഇങ്ങനെ തയ്ച്ച് വെക്കാൻ വേണ്ടി ഒരു വശത്ത് 3 അടുത്ത വശത്തും 3 പീസ് വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബോക്സിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ 4 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയിലുള്ള സ്ക്വയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അടുത്തത് 3 പീസ് തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയെന്ന് കാണാം. ഇപ്പോൾ ഇത്രയും തന്നെ ആയപ്പോഴത്തേക്കും വീഡിയോ നല്ല ലെങ്ത് ആയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് തയ്ക്കുന്ന എല്ലാം കാണിക്കുന്നുണ്ട്. കെട്ടുവള്ളിയൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി നമുക്ക് സ്വന്തമായിട്ട് തയ്ച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചുരിദാർ മെറ്റീരിയൽസിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ നാളെ ഇടുന്നതായിരിക്കും കേട്ടോ. ഇനി മുതൽ സൺഡേ ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാകുമ്പോൾ ഷോപ്പിൽ ഈ തിരക്കുള്ള ദിവസവും സ്റ്റിച്ചിങ് ഒരുപാടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ മെറ്റീരിയൽസും കൂടെ വന്നാൽ ഈ ഓർഡർ എടുക്കാനേ എനിക്ക് സമയമുള്ളൂ. തയ്ക്കാനും അതുപോലെ വീഡിയോ ചെയ്യാനും ഒന്നും ടൈം കിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പം സെയിൽ സൺഡേയിലേക്ക് വെച്ചാലോ എന്ന് ആലോചിക്കുന്നത്. അറിയില്ല, ഓരോ തിരക്ക് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദിവസങ്ങൾ ചിലപ്പോൾ നീക്കിന്നിരിക്കും. എന്തായാലും ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുന്നതായിരിക്കും. അപ്പോൾ അത് നോക്കിയാൽ മതി. പിന്നെ നമ്മുടെ നൈറ്റി മെറ്റീരിയൽസും ഉണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.